പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് GST കൗൺസിൽ അംഗീകാരം നൽകി. 5%, 18% സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക. 12%, 28% സ്ലാബുകൾ ഒഴിവാക്കി. ഇരട്ട നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ബൽറാം നെടുങ്ങാടിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇളവുകൾ എന്നായിരുന്നുവല്ലോ കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ഏതൊക്കെ ഇനങ്ങൾക്കാണ് വില കുറയുക? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ, GST നടപ്പാക്കിയത് മുതൽ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് കേന്ദ്ര ധനമന്ത്രി ഇപ്പോൾ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ GST കൗൺസിൽ യോഗത്തിന് ശേഷം നാളെ വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ ഇരുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇന്ന് തന്നെ ആദ്യ ദിവസത്തെ യോഗത്തിന് ശേഷം തന്നെ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ ഇരട്ടി നികുതി ഘടനയ്ക്ക് GST കൗൺസിൽ അംഗീകാരം നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ഈ GST നികുതി ഘടനയിലെ മാറ്റം സംബന്ധിച്ചുള്ള തീരുമാനം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക്, സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില കുറയുമെന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നിത്യോപയോഗ സാധനങ്ങൾ ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. സമഗ്രമായ മാറ്റമാണ് ഇപ്പോൾ GST ഘടനയിൽ വരാൻ പോകുന്ന 2 സ്ലാബുകളിലേക്ക് മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നു. അങ്ങനെ ഇരട്ട നികുതി ഘടനയാണ് രാജ്യത്ത് നിലവിൽ വരാൻ പോകുന്നത്. ഈ മാസം 22 മുതലാണ് പുതുക്കിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഒട്ടേറെ നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വില കുറയുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം എന്നാണ് ധനമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അങ്ങനെ സമഗ്ര മാറ്റം GSTയിൽ വരികയാണ്. ഷാംപൂ, സോപ്പ് അതുപോലെയുള്ള ഇനങ്ങൾക്കൊക്കെ വില കുറയും. ചെറു കാറുകൾക്ക് വില കുറയും. സിമന്റ്, അതോടൊപ്പം തന്നെ മാർബിൾ, ഗ്രാനൈറ്റ്, ഈ ഇനങ്ങൾക്കൊക്കെ വില കുറയുകയാണ് ചെയ്യുക. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമെന്ന് കേന്ദ്ര ധനമന്ത്രി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു മാറ്റം ഈ ഘടനയിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇതിനൊപ്പം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയുണ്ടല്ലോ, ഈ വരുമാന ചോർച്ച അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഇനി എങ്ങനെയാകും ഈ സംസ്ഥാനങ്ങളുടെ ഒരു പ്രതികരണം വരിക ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പുതിയ നികുതി ഘടന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഈ ഒരു പുതിയ ഘടന വരുന്നതോടുകൂടി വലിയ തോതിലുള്ള വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് 8,000 കോടിയോളം വരുമാന നഷ്ടം സംസ്ഥാനത്തിന് ഈ പുതിയ നികുതി ഘടനയിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ ഒരു പാക്കേജ് വേണം എന്ന ആവശ്യം സംസ്ഥാനങ്ങൾ ഇന്നത്തെ GST കൗൺസിൽ യോഗത്തിലും ഉന്നയിച്ചിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വിശദീകരണം എന്നുള്ളത്, പുതിയ നികുതി ഘടന നടപ്പാക്കുമ്പോൾ വരുമാന നഷ്ടം ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എന്നാൽ ഈ സാധനങ്ങൾക്ക് വില കുറയുന്നതോടെ ആളുകൾ ഈ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും അതിലൂടെ ഈ ഒരു കുറവ് മറികടക്കാൻ കഴിയും എന്നുമാണ്. വരുമാനത്തിലെ കുറവ് ഉപഭോഗം വർദ്ധിക്കുന്നതിലൂടെ മറികടക്കാൻ കഴിയുമെന്ന ഒരു പ്രഖ്യാപനമാണ്. എന്നാൽ ഈ പാക്കേജുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു തരത്തിലുള്ള തീരുമാനവും ശരി ബൽറാം, ഏതായാലും ഇനിയും വരും മണിക്കൂറുകൾ അതും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.